നമസ്കാരം. MCV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുഴൽപ്പണക്കാരെയും കള്ളപ്പണക്കാരെയും മാഫിയ പണക്കാരെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നടപ്പിലായതാണ് നോട്ട് നിരോധനമെന്ന് കൊടുങ്ങല്ലൂർ BJP മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത് ലാൽ. പുളിയിലക്കുന്ന് ബാലഭവനിലെ 90 അടി ഉയരമുള്ള നക്ഷത്രം ശ്രദ്ധേയമായി. വിവിധ പ്രദേശങ്ങളിൽ NSS സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ആദ്യം MCV ചുറ്റുവട്ടം. വാർത്തകൾ വിശദമായി. കുഴൽപ്പണക്കാരെയും കള്ളപ്പണക്കാരെയും മാഫിയ പണക്കാരെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നടപ്പിലായതാണ് നോട്ട് നിരോധനമെന്ന് കൊടുങ്ങല്ലൂർ BJP മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്ത് ലാൽ. കള്ളപ്പണ മുന്നണികൾക്കെതിരായും ആദിവാസി ദളിത് പീഡർക്കെതിരായും റേഷൻ സംവിധാനം നിർത്തലാക്കിയ പിണറായി സർക്കാരിനെതിരെയും BJP പുത്തഞ്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് CR സുമേഷ് നയിക്കുന്ന വാഹന പ്രചരണ ജാഥയുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭാരതീയ ജനതാ പാർട്ടിക്കും ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ദുരാരോപണങ്ങളുമായി വ്യാജ പ്രചരണങ്ങളുമായി ഇന്ന് പാഞ്ഞു നടത്തുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കള്ളപ്പണ സംരക്ഷണ മുന്നണികൾ. നമുക്കറിയാം, നവംബർ 8-ാം തീയതി കേരളത്തിന്റെ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ നിയമസഭയില് കേരളത്തിലെ സഹകരണ വകുപ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന സഹകരണ സംഘങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിയെക്കുറിച്ച്, സ്വജനപക്ഷപാതത്തെക്കുറിച്ച് കേരളത്തിന്റെ ബഹുമാനനായ സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ നിയമസഭയിൽ പറയുകയുണ്ടായില്ലേ? PSC നിയമനങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ട് സഹകരണ സംഘങ്ങള് തങ്ങളുടേതായ ആൾക്കാരെ തിരികെ കയറ്റുന്നു. ഇവിടെ അഭ്യസ്തവിദ്യരായ യുവതി യുവാക്കന്മാര് നെട്ടോട്ടം ഓടുമ്പോൾ ഈ സഹകരണ സംഘങ്ങളെല്ലാം തന്നെ തങ്ങളുടേതായ ആളുകളെ തിരികെ കയറ്റിക്കൊണ്ട് സഹകരണ സംഘങ്ങള് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയല്ലേ. ആ സമയത്ത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി പറയുകയുണ്ടായില്ലേ, കേരളത്തെ ഒരു കൂട്ടക്കുരുതിയിലേക്കാണ് പിണറായി സർക്കാർ കൊണ്ടുപോകുന്നതെന്ന് പറയുണ്ടായി. പക്ഷേ നവംബർ 9-ാം തീയതി ഈ രണ്ട് LDF-ഉം UDF-ഉം കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യ വികസിതമായി മുന്നേറുന്നതിന് വേണ്ടി ഈ രാജ്യത്തെ കൊൽപ്പണക്കാരനും കള്ളപ്പണക്കാരനും മാഫിയ പണക്കാരനുമെല്ലാം ഈ നാട്ടിൽ നിന്ന് കെട്ടുകെട്ടിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വപ്നം കാണുവാൻ, ഒരു വസ്തു വാങ്ങുവാൻ, ഒരു വീട് വാങ്ങുവാൻ ഇന്നലെകളില് അസാധ്യമെന്ന് കണ്ടിരുന്നത് നാളേക്ക് സാധ്യമാകുന്ന രീതിയിലാണ് പ്രിയമുള്ളവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ചരിത്ര പ്രധാനമായ ഈ നട്ടെല്ലുള്ള തീരുമാനം ഈ രാജ്യത്ത് പുറപ്പെടുവിച്ചത്. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ ഈ ചരിത്രപരമായ ഈ പരിഷ്കാരത്തെ അനുകൂലിക്കുന്നതിന് പകരം അഴിമതിക്കുപ്ര പ്രചരണങ്ങളുമായി ഇന്ന് ദേശീയ അടിസ്ഥാനത്തിലും കേരളത്തിലുമെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും തൃണമൂലിന്റെ മമതാ ബാനർജിയും എല്ലാം തന്നെ ഇന്ന് അഴിമതി ആരോപണങ്ങളുമായി കള്ളപ്രചരണങ്ങളുമായി ഇന്ന് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പുളിയിലക്കുന്ന് ബാലഭവനിലെ 90 അടി ഉയരമുള്ള നക്ഷത്രം ശ്രദ്ധേയമായി. ഫാദർ ഷാജു പീറ്റർ കച്ചപ്പിള്ളിയുടെ നേതൃത്വത്തിൽ 20 പേർ ഉൾപ്പെട്ട കളിക്കൂട്ടം യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ബാലഭവനിലെ കുട്ടികൾക്കായി നിർമ്മിച്ച 570 കിലോ വരുന്ന നക്ഷത്രമാണ് ശ്രദ്ധേയമായത്. കേരളത്തിൽ ആദ്യമായാണ് 90 അടി ഉയരമുള്ള നക്ഷത്രം നിർമ്മിക്കുന്നത്. 250 മീറ്റർ തുണി ഉപയോഗിച്ച് നിർമ്മിച്ച നക്ഷത്രത്തിന് 60,000 രൂപയിലധികം ചിലവ് വന്നു. ക്ലച്ച് മോട്ടോർ ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിപ്പിക്കുന്നത്. 1 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഈ ഭീമൻ നക്ഷത്രം ക്രെയിൻ ഉപയോഗിച്ചാണ് ഉയർത്തിയത്. 2 വർഷമായി 30 അടിയുള്ള നക്ഷത്രമാണ് കളിക്കൂട്ടം യുവജന സംഘടന നിർമ്മിച്ചിരുന്നത്.
മാള കാർമൽ കോളേജിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങളുടെ സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം 2016 വലിയപറമ്പ് സ്നേഹഗിരി സ്കൂളിൽ തുടക്കമായി. ആരോഗ്യമുള്ള യുവത്വം ആരോഗ്യമുള്ള ഇന്ത്യക്ക് എന്ന മുദ്രാവാക്യമുയർത്തി നടത്തുന്ന ക്യാമ്പ് കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ഒട്ടനവധി കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ സമൂഹത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. വിദ്യാഭ്യാസം മാത്രമല്ല നമ്മുടെ അവകാശം എന്ന് നിങ്ങൾ ധരിക്കരുത്. വിദ്യാഭ്യാസത്തിനപ്പുറമായിട്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നതും പഠിക്കാനുള്ള അവസരങ്ങളാണ്. പഠിക്കുക എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ആ വിഷയത്തിലെല്ലാം തന്നെ നമ്മുടെ സമൂഹമുണ്ട് എന്നുള്ളതാണ്. ആ സമൂഹത്തെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ അടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആ സമൂഹത്തിലെ ഓരോ വ്യക്തികളുടെ ജീവിതവും നമ്മുടെ പഠനമാണ് എന്നുള്ളതാണ്. നമ്മൾ എന്തായി തീർന്നാലും അവിടെ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഭാഗമുണ്ട്. അത് വിദ്യാഭ്യാസത്തിലുണ്ട് എന്നാണ്. ജോലി കിട്ടുമ്പോഴും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. അവരുടെ ജോലി കിട്ടുമ്പോൾ മറ്റുള്ളവരുടെ നികുതി പണം കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതും ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കേണ്ടതും സേവിക്കേണ്ടതും ജനങ്ങളെ തന്നെയാണ്. അതാണ് എല്ലാവരുടെയും ഉത്തരവാദിത്തമായിട്ട് നമ്മൾ കാണേണ്ടത്. ഫാദർ പഠിപ്പിച്ചു തരുന്ന ആ കാരുണ്യവും സ്നേഹവും അതുതന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാനും സേവിക്കാനും കൂടി പഠിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ കർത്തവ്യമാണ്. NSS ക്യാമ്പിൽ നമുക്ക് ഒട്ടനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾ ആദ്യം പഠിപ്പിക്കേണ്ടത് നമ്മുടെ കുടുംബാംഗങ്ങളെയാണ് എന്നാണ് ഞാൻ പറയുന്നത്. ആ കുടുംബാംഗങ്ങളെയാണ് നമ്മൾ ആദ്യം തിരുത്തേണ്ടത് എന്ന് പറയുന്നത്. നാട്ടിലെ നമ്മുടെ അയൽവാസികളെ നമുക്ക് തിരുത്തണം. നമ്മുടെ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളെയും നമുക്ക് തിരുത്താനുണ്ട്. ആ ഒരു സാമൂഹ്യപരമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള ഇടപെടലുകളാണ് നമ്മുടെ ആവശ്യമായിട്ട് നമ്മൾ കാണേണ്ടത്. അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അവിടെ ഈ നിങ്ങൾ പാടിയ മനസ്സ് നന്നാവട്ടെ എന്നുള്ള ആ ഒരു വാക്ക് മാത്രം മതി നമുക്ക് നമ്മുടെ സമൂഹത്തെ മാറ്റിയെടുക്കാൻ. നമ്മുടെ മനസ്സ് നന്നായാൽ മറ്റുള്ളവരുടെ മനസ്സ് മാറ്റിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ കഴിയും. നിങ്ങൾ നടത്തേണ്ടതായിട്ടുള്ള ഒട്ടനവധി മേഖലകളാണുള്ളത്. നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കളിൽ പലരും നമ്മുടെ രക്ഷിതാക്കളാവണമെന്നില്ല. കൂട്ടുകാരുടെ ആവാം, നാട്ടുകാരാവാം, ആരുമാവാം. അവർ നല്ല രീതിയിൽ പുകവലിക്കുന്ന ആളുകളുണ്ട്, മദ്യപിക്കുന്ന ആളുകളുണ്ട്. അവിടെയൊക്കെ തന്നെ കൃത്യതയോടുള്ള കുട്ടികളുടേതായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിരിക്കണം. നാളെകൾ നിങ്ങൾക്കുള്ളതാണ്, വേറെ ആർക്കും ഉള്ളതല്ല. ഫാദർ ഷാജു വലിയപറമ്പിൽ അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ കാർമൽ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ലിജോ, NSS പ്രോഗ്രാം ഓഫീസർ റീന TK, ജില്ലാ പഞ്ചായത്ത് അംഗം നിർമ്മൽ C പാത്താടൻ, മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, വാർഡ് മെമ്പർ PK രാധാകൃഷ്ണൻ, ബിജു ഉറുമീസ്, ജോസ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു. ഡിസംബർ 25 മുതൽ 31 വരെയാണ് ക്യാമ്പ്. എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് കോളേജ് നാഷണൽ സർവീസ് സ്കീം 546 യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സപ്തദിന സഹവാസ ക്യാമ്പ് സപ്തതാളം 2016 കോട്ടയ്ക്കൽ സെന്റ് തെരാസസ് കോളേജിൽ തുടക്കമായി. ക്യാമ്പിന്റെ ഭാഗമായി ആരോഗ്യ കേരളം റാലി TP രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ കെട്ടിടങ്ങളും അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളും വികസിപ്പിച്ചുകൊണ്ട് ഈ നാടിന് ഈ ഹോസ്പിറ്റൽ സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ശുചിത്വം. ആ ശുചിത്വ പരിപാടികൾക്ക് അതിന്റെ ഭാഗമായിട്ട് ഏറ്റവും ഒന്നാം സ്ഥാനം തന്നെ, അല്ലെങ്കിൽ ഏറ്റവും പ്രഥമ ഗണനീയമായിട്ടുള്ള സ്ഥാനം മാള ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ ഭാഗത്ത് കാണുന്നു. അവിടെയാണ് ഈ ഒരു പ്രാധാന്യത്തെ കാണുന്നത്. നിങ്ങൾ വളരെ അകലെ നിന്ന് ഇന്നത്തെ ഈ പറയുന്ന നമ്മുടെ ഈ ഹോസ്പിറ്റലിന്റെ അതിന്റെ ശുചിത്വ പ്രവർത്തനങ്ങളിൽ NSSന്റെ അവരുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അത് ഇവിടെ ഏറ്റെടുത്തു എന്ന് പറയുമ്പോൾ കുട്ടികളോട് പ്രത്യേകിച്ച് അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ സ്നേഹവും മാള ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വളരെ നിങ്ങളുടെ ഇപ്പൊ ഈ ഡിസംബർ 25 നമ്മുടെ ക്രിസ്മസ് ദിനത്തിന്റെ ഭാഗമായിട്ടുള്ള നിങ്ങളുടെ പരിപാടികൾ അല്ലെ, അത് ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായിട്ടും നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ വീട്ടിലെ നിങ്ങളുടെ സന്തോഷപരമായുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നാടിനു വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി, പ്രത്യേകിച്ച് പാവപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ഈ ഹോസ്പിറ്റൽ പാവപ്പെട്ടവന്റെയാണ്, സമ്പന്നതന്റെ അല്ല. എന്ന് വെച്ചാൽ പാവപ്പെട്ടവന് ചികിത്സയും അതുപോലെ ആതുര സേവനവും നൽകുന്ന ഈ ഹോസ്പിറ്റല് അത് തെരഞ്ഞെടുത്തിൽ വളരെ സന്തോഷമുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മാള ബ്ലോക്ക് പഞ്ചായത്തിന്റെ അഭിനന്ദനങ്ങളും സ്നേഹവും അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ വിശാലമായിട്ടുള്ള മനസ്സിന്റെയും നിങ്ങളുടെ ഈ നല്ല
സന്നദ്ധതയുടെ മുന്നിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി മംഗളങ്ങൾ നടന്നുകൊണ്ട് തുടർന്ന് മാള ഗവൺമെന്റ് ആശുപത്രിയും പരിസരവും വൃത്തിയാക്കി. 63 വിദ്യാർത്ഥികൾ പങ്കെടുത്ത ക്യാമ്പിന് ഇ കേശവൻകുട്ടി, ഡോക്ടർ ആശ സേവ്യർ, ഡോക്ടർ ജീജ തരകൻ, ഫെഡറിക് ജോസഫ്, പ്രവീൺ എം.ബി, ആഷ്ലിൻ ഷിബു, അനഘ മോഹനൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഡിസംബർ 24 മുതൽ ആരംഭിച്ച ക്യാമ്പ് 30-ന് സമാപിക്കും. അയർലൻഡ് സ്ലെപ്റ്റെ രൂപതയുടെ സ്ഥാനിക മെത്രാനും യൂറോപ്പിലെ സീറോ മലബാർ വിശ്വാസികളുടെ അപ്പസ്തോലിക് വിസിറ്ററും ആയ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചിറപ്പണത്തിന് ജന്മനാടായ പുത്തൻചിറയിൽ സ്വീകരണം നൽകി. ഉത്തമ ദൃഷ്ടാന്തമാണ് ഇന്നത്. സെന്റ് മേരീസ് ചർച്ച് ഫൊറോന ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്വീകരണ യോഗത്തിൽ ഇടവക വികാരി ജോൺസൺ മാനാടൻ, അസിസ്റ്റന്റ് വികാരി ഫാദർ ബിനോജ് തെക്കേക്കര, വിൻസെന്റ് മഞ്ഞളി, വർഗീസ് കാഞ്ഞൂത്തറ, ജോർജ് ചിറയത്ത്, ബൈജു തച്ചിൽ കണ്ണായി തുടങ്ങിയവർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീയുടെ 18ാമത് വാർഷികം ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ MLA VR സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രീതി സുരേഷ് മുഖ്യാതിഥിയായിരുന്നു. മെമ്പർമാരായ ഷീല MP, ഉഷ ഷാജി, MK മോഹനൻ, ബീന മജീദ്, സീമന്തിനി സുന്ദരൻ തുടങ്ങിയവർ സംസാരിച്ചു. കടന്നൽ കുത്തേറ്റ് 3 പേർക്ക് പരിക്ക്. പിണ്ടാണി ഉദയനഗർ ബസ് സ്റ്റോപ്പ് ലക്ഷം വീട് കോളനിയിലെ കടന്നൽകൂട് നാട്ടുകാർക്ക് ഭീഷണിയാകുന്നു. 3 പേർക്ക് കടന്നൽ കുത്തേറ്റു. കല്ലുങ്ങൽ ഷമീർ ഭാര്യ ഷെമീന, തോപ്പിൽ കെബീർ മകൾ പർവീൻ, വാതക്കാട്ടെ വേലായുധൻ ഭാര്യ ശാരദ എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. തുടർന്ന് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി. 2 അടി 4 മീറ്ററോളം വലിപ്പമുള്ള കടന്നൽകൂട് എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. സ്നേഹഗിരി തിരുഹൃദയ ദേവാലയത്തിന്റെ രജത ജൂബിലിയുടെയും തിരുനാൾ ആഘോഷത്തിന്റെയും ഭാഗമായി സേവനഗിരിയിൽ നിന്നും സ്നേഹഗിരിയിലേക്ക് ദീപശിഖ പ്രയാണം നടന്നു.
മാള CI വി റോയ് ഉദ്ഘാടനം ചെയ്തു. രജത ജൂബിലിയുടെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. ഫാദർ പോൾ ആച്ചാണ്ടി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാള പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ബാബു, ബ്ലോക്ക് മെമ്പർ ഷീബ പോൾ, വർഗീസ് വടക്കൻ, PK രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. അഖില കേരള ധീവര സഭ കയ്പമംഗലം സൗത്ത് കരയോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും അമൃത സ്വാശ്രയ സംഘങ്ങളുടെ വാർഷികാഘോഷവും സംഘടിപ്പിച്ചു. ധീവര സഭ സംസ്ഥാന സെക്രട്ടറി ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ ഇവിടുത്തെ ലോകത്ത് ഈ ഇടയ്ക്ക് ഞാൻ ഹിമാലയത്തിൽ പോവുകയുണ്ടായി നമ്മുടെ മതം പഠിക്കാനും. അവരുടെ അഖണ്ഡ നാമജപം നടത്തുന്ന 72 വർഷമായിട്ട് അഖണ്ഡ നാമജപം നടത്തുന്ന ഇതിപ്പോൾ വലിയ ആളും ഓരോ മണിക്കൂർ കൂടുമ്പോഴും ഓരോ സന്യാസിമാര് വന്നിട്ട് നാമജപം നടത്തിക്കൊണ്ടിരിക്കും. ഒരിക്കലും നിർത്താതെ 72 വർഷമായി നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ക്ലാസിന്റെ ഇടയിൽ ഈ ഹാളിലേക്ക് കയറുന്ന ഇതേപോലെ വാതിലുണ്ട്, 2 വാതിലുണ്ട്. ഈ വാതിൽ തുറന്ന് ഞാൻ കാണുന്നത് ആദ്യം ഈ ചുമരിൽ അമ്മയുടെ പടമാണ്. ഹിമാലയത്തിൽ നടക്കുന്ന വളരെ വലിയ വേദം പഠിപ്പിക്കുന്ന സർവകലാശാലയിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അമ്മയുടെ പടമാണ് ഞാൻ ആദ്യം കാണുന്നത്. ലോകത്ത് ഇതുവരെ ജനിച്ച എല്ലാ ഇത്തരം മഹാരഥന്മാരുടെ പടങ്ങൾ ചുറ്റും വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ എത്ര പേരെ വീട്ടിൽ അമ്മയുടെ പടം ഉണ്ടാവും? അപ്പൊ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന് സത്യസന്ധമായി മറുപടി പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, തെറ്റ് പറയേണ്ട കാര്യമില്ല. എത്ര ആളുടെ വീട്ടിൽ അമ്മയുടെ പടം ഒന്ന് കൈവയ്ക്കും? നോക്കുന്നത് ഇവിടെ ഇരിക്കുന്നതില് 10% വീട്ടിലില്ല. ആലോചിച്ച് നോക്കത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കും. APJ അബ്ദുൽ കലാം ലോകം കണ്ട ഏറ്റവും വലിയ ഭാരതീയനായ ശാസ്ത്രജ്ഞനാണ്, മുസ്ലിമാണ്. കരയോഗം പ്രസിഡന്റ് PK വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് PV ജനാർദ്ദനൻ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി ക്യാഷ് അവാർഡ് വിതരണവും ധീവരസഭ സംസ്ഥാന യുവജന സെക്രട്ടറി ശ്രീരാജ് നെടുങ്ങാട് പുസ്തക വിതരണവും നടത്തി. KV തമ്പി, MK പീതാംബരൻ, KM മണി, അജിത ജോഷി, PT രാമചന്ദ്രൻ, ശോഭന സുധാകരൻ, EK ദാസൻ, KK ജയൻ, KS സന്തോഷ് എന്നിവർ സംസാരിച്ചു. ചന്ദ്രാപിന്നി പെരുമ്പടപ്പ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ പൗരോഹിത്യ സ്വീകരണവും പ്രഥമ ദിവ്യബലി അർപ്പണവും നടത്തി. പെരുമ്പടപ്പ് ഇടവകയിലെ ബ്രഹ്മകുളം ജോൺസൺ ആലീസ് ദമ്പതികളുടെ മകനായ ലിജോൺ ആണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. രണ്ടാം ലേഖനത്തിന് വളരെ വ്യക്തമായിട്ട് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. അത് പ്രകാരമാണ്, എന്റെ കൈവെപ്പിലൂടെ നിനക്ക് ലഭിച്ച ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്നാണ് ഞാൻ നിന്നെ അനുസ്മരിക്കുന്നത്. തീർച്ചയായിട്ടും പൗലോസ് അപ്പോസ്തലനോടൊപ്പം ചേർന്ന് ഞാൻ ലിജോണിനോട് പറയുന്ന ഇതാണ്, കയ്യൊപ്പ് ശുശ്രൂഷയിലൂടെ ലഭിക്കുന്ന ദൈവിക വരം അനുദിനം ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നീ പരിശ്രമിക്കണം. അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, വീരത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിനക്ക് നൽകിയത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെ. രാവിലെ ഇരിങ്ങാലക്കുട ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ചടങ്ങുകൾ നടന്നു. ഫാദർ സെബാസ്റ്റ്യൻ പഞ്ഞിക്കാരൻ, ഫാദർ സിജു കൊമ്പൻ എന്നിവർ സഹകാർമ്മികരായി. ഇടവക വികാരി മെഫിൻ തെക്കേക്കര, ജോൺസൺ പുലിക്കോട്ടിൽ, ജോഷി ചിറ്റിലപ്പിള്ളി, ഷാജി ബ്രഹ്മകുളം, ജോസഫ് കൊമ്പൻ എന്നിവർ നേതൃത്വം നൽകി. വൈകിട്ട് നടക്കുന്ന അനുമോദന യോഗം കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. റാവു ബഹാദൂർ VV ഗോവിന്ദൻ സ്മാരക സമാജത്തിന്റെ 37ാമത് സ്കോളർഷിപ്പ് വിതരണം കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിൽ നടന്നു. ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. വളരെ കുറവ് കുട്ടികൾ മാത്രം പഠിക്കുന്നതിനിടയിൽ കൊഴിഞ്ഞു പോകുന്ന സംസ്ഥാനമാണ് ഈ കേരളം. മറ്റൊന്നുമില്ലെങ്കിലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ
തങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം നടത്തണമെന്ന് ആഗ്രഹിക്കുന്ന, ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനതയുള്ള സ്ഥലമാണ് നമ്മുടെ കേരളം. എന്നാൽ ചില കാര്യങ്ങളിൽ ചില സമുദായങ്ങൾ പിന്നോട്ട് പോകുന്നു എന്നും നമ്മൾ കാണാതെ ഇരുന്നുകൂടാ. പട്ടികജാതി, പട്ടികവർഗം, അതുപോലെ വേണമെങ്കിൽ അത്തരം ഒരു സവിശേഷതകളോട് തുലനം ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സാമൂഹിക സാമ്പത്തിക രീതിയിൽ നമുക്ക് ചില കുറവുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ തീവ്ര സമയം അഭിമുഖീകരിക്കുന്ന പ്രശ്നം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും ഉള്ള ശ്രദ്ധ തന്നെയാണ് പരമപ്രധാനം. സമാജം പ്രസിഡന്റ് KV സുധാംശു മോഹൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സാക്ഷരതാ മിഷൻ മുൻ ഡയറക്ടർ ഡോക്ടർ ഗോപിനാഥ് പനങ്ങാട് മുഖ്യപ്രഭാഷണം നടത്തി. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി ജോഷി ബ്ലാങ്ങാട്ട്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേഷ്, പഞ്ചായത്ത് അംഗം PT രാമചന്ദ്രൻ, സ്കൂൾ പ്രധാന അധ്യാപിക KM അനിത, പ്രിൻസിപ്പൽ PS ജയശ്രീ, സമാജം സെക്രട്ടറി AV വാട്സൺ, ട്രഷറർ അഡ്വക്കേറ്റ് TG ഷാജു എന്നിവർ സംസാരിച്ചു. ധീവരസഭ ചന്ദ്രാപിന്നി കരയോഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അമൃത സ്വാശ്രയ സംഘങ്ങളുടെ വാർഷിക പൊതുയോഗം ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. രംഗനാഥൻ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. ബേബി ശിവരാമൻ അധ്യക്ഷത വഹിച്ചു. ധീവരസഭ സംസ്ഥാന സെക്രട്ടറി ജോഷി ബ്ലാങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ലോകത്തിന്റെ മുഴുവൻ സങ്കടവും ദുരിതവും സ്വന്തം കൈകളിലേക്ക് ഏറ്റുവാങ്ങി സാന്ത്വനത്തിൻ്റെ, സമാശ്വാസത്തിൻ്റെ മന്ത്രം ലോകത്തിന് മുഴുവൻ നൽകുന്ന അമ്മയുടെ പേരിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ വലിയൊരു തണലായി അമ്മ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധം നമ്മുടെ ഓരോ പ്രവർത്തനത്തിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയണം. നിങ്ങൾ സ്വാശ്രയ സംഘം രൂപീകരിക്കുന്നതിന് നിങ്ങൾ ആരെയും ഞാൻ കുറ്റം പറയുകയല്ല, നിങ്ങൾ ആരും എന്നെ പള്ളും പറയരുത്. പെൻഷൻ ഒരു ഉപാധിയായിരുന്നു. സ്വാശ്രയ സംഘ അംഗങ്ങൾക്കെല്ലാം പെൻഷൻ കൊടുക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാം സ്വാശ്രയ സംഘം രൂപീകരിച്ച് പെൻഷൻ വാങ്ങണം എന്നതായിരുന്നു. അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി, സുബ്രഹ്മണ്യൻ കൊച്ചിക്കാട്ട്, ഷീന രഞ്ജിത്ത്, രേഖ ലക്ഷ്മണൻ, KK രാധാകൃഷ്ണൻ, AG ദാസൻ, IB വേണുഗോപാൽ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം SN സ്മാരകം UP സ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി 5 ദിവസം നീണ്ടു നിൽക്കുന്ന നാടകക്കളരി ആരംഭിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK അബീദ് അലി ഉദ്ഘാടനം ചെയ്തു. അതിൽ നിന്നും ഒക്കെ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഇവിടെ നടത്താൻ തുടങ്ങാൻ പോകുന്ന ഈ നാടകക്കളരി എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളുകളിൽ നമ്മൾ പുസ്തകങ്ങൾ മാത്രം, സിലബസിന്റെ പുസ്തകങ്ങൾ മാത്രം കേന്ദ്രീകരിച്ച് പഠിച്ചുകൊണ്ട് നമുക്കെല്ലാം ഉന്നതിയിലേക്ക് എത്താമെന്നുള്ള പൊതുവായ കുറെ തെറ്റായ ധാരണകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഈ മാതാപിതാക്കളുടെ മനസ്സിലുമുണ്ട്. സ്കൂളിൽ സ്റ്റുഡുകളിലെയും ആ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രം മതി എന്ന അർത്ഥത്തിലാണ് ചിലരുടെ മനസ്സിലുള്ളത്. പക്ഷേ ഇന്ന് ലോകത്തിൽ നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് അധ്യക്ഷത വഹിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി CN നസീർ മുഖ്യാതിഥിയായി. വിദ്യാഭ്യാസ സംരക്ഷണ സമിതി ചെയർമാൻ പ്രൊഫസർ PS ശ്രീജിത്ത്, പ്രധാന അധ്യാപിക PV ഷീല, മാനേജർ TR വത്സ മോഹൻ, ക്യാമ്പ് ഡയറക്ടർ PK വാസു, ക്യാമ്പ് കോർഡിനേറ്റർ PV വിനോദ്, KP ഷാജി, VK സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. പെരിഞ്ഞനം വെസ്റ്റ് സ്പോർട്ടീസ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK സച്ചിത്ത് ഉദ്ഘാടനം ചെയ്തു. കേരളം മുഴുവൻ ക്ലീൻ ചെയ്യുന്ന ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പെരിഞ്ഞനം പഞ്ചായത്ത് ഒരുപാട് റോഡുകളെ മാതൃകാ റോഡുകളാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് VK ഗോപാലൻ റോഡിൽ ഇപ്പോൾ 3000 ചെടിത്തൈകളാണ് നമ്മൾ നട്ടിട്ടുള്ളത്. അതൊരു മാതൃകാ റോഡാക്കി മാറ്റിക്കൊണ്ടിരിക്കുക. ഒപ്പം തന്നെ നമ്മളെ ജൈവ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യം നമ്മൾ ശേഖരിച്ച് പെട്രോളാക്കാൻ പോവുകയാണ്. പഞ്ചായത്ത് അംഗം കവിത സജീവൻ അധ്യക്ഷത വഹിച്ചു. അബ്ദുള്ള വാത്തിയടത്ത്, ജബ്ബാർ താനത്തുപറമ്പിൽ, മുഹമ്മദ് വടക്കനോളി, അബ്ദുൽ ഖാദർ സ്രാമ്പിക്കൽ, മുഹമ്മദ് അലി മുളംപറമ്പിൽ എന്നിവർ സംസാരിച്ചു.
ഡിവൈഎഫ്ഐ അന്നമനട കമ്മിറ്റി സംഘടിപ്പിച്ച അഖില കേരള സെവൻസ് ഫുട്ബോൾ മത്സരം സമാപിച്ചു. ടി കെ സതീശൻ അധ്യക്ഷനായിരുന്നു. CPI-M സംസ്ഥാന കമ്മിറ്റി അംഗം പി രാജീവ് ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു. വൈകിയ സന്ദർഭത്തിൽ ഒരു പ്രസംഗം നടത്തി നിങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്ന മത്സരം വൈകിപ്പിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനം ഫെബ്രുവരി മാസം 2 മുതൽ കൊച്ചിയിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇതുപോലെയുള്ള മത്സരങ്ങൾ കേരളത്തിൽ പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ 10ാം സമ്മേളനം എന്ന നിലയിൽ പാവപ്പെട്ട വീടില്ലാത്ത 10 കുടുംബങ്ങൾക്ക് എറണാകുളം ജില്ലയിൽ വീട് വെച്ച് നൽകുന്ന പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമ്മേളനത്തിനാവശ്യമായ അരിയും പച്ചക്കറിയും മത്സ്യവുമെല്ലാം ഡിവൈഎഫ്ഐയുടെ വിവിധ കമ്മിറ്റികളാണ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ജനകീയമായ ഒരു സമ്മേളനമായിട്ടാണ് യുവജന പ്രസ്ഥാനത്തിൻ്റെ 10ാമത് അഖിലേന്ത്യാ സമ്മേളനത്തിന് കേരളം ആതിഥേയത്വം വഹിക്കുന്നത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഈ ഫുട്ബോൾ മേളയിൽ ഫൈനലിൽ മത്സരിക്കുന്ന ഇരു ടീമിനും വിജയം ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ ഫൈനൽ മേള ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. സ്പോർട്സ് മിലാൻ പുത്തൻചിറയുടെ ആഭിമുഖ്യത്തിൽ പുത്തൻചിറ GVHSൽ നടന്നുവന്ന മിലാൻ സോക്കർ 2016 അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ലബാംബ മാളയും ലെമൻസ് അന്നമനടയും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ലബാംബ മാള 1 ഗോളിന് വിജയിച്ചു. സമാപന സമ്മേളനം VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലയ്ക്കും കളി ഇഷ്ടപ്പെടുന്ന ആൾ എന്ന നിലയിൽ തന്നെ ഇവിടെ എന്നെ വിളിച്ച നിങ്ങൾക്ക് ഞാൻ ഈ അവസരത്തിൽ എൻ്റെ അഗൈതവുമായിട്ടുള്ള നന്ദി ഞാൻ ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊള്ളുകയാണ്. 16ാമത് ടൂർണമെൻ്റാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏറ്റവും നല്ല കാര്യമായിട്ടാണ് നമ്മൾ അതിനെ കാണേണ്ടത്. തുടർച്ചയായിട്ട് ഫുട്ബോൾ മത്സരം നടത്തുക എന്നുള്ളത് ഈ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ അത് തുടർച്ചയായിട്ട് നടത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ്. നമ്മളിൽ നിന്ന് ഒരുപക്ഷെ ഫുട്ബോൾ അതുപോലെ തന്നെ വോളിബോൾ അടക്കമുള്ള കളികളെല്ലാം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കടന്നുപോയിട്ടുള്ളത്. ക്രിക്കറ്റ് അതിന് ബദലായിട്ട് വന്നുകൊണ്ട്
ക്രിക്കറ്റിനെ ഞാൻ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നതല്ല. പലർക്കും എല്ലാവർക്കും ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ്. പക്ഷേ ക്രിക്കറ്റിന്റെ വരവ് തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികളെ വളരെയധികം നിരാശപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യം. ആവേശമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആ രൂപത്തിൽ നമുക്കതൊരു ആവേശമായിട്ടാണ് തീർച്ചയായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ തോറ്റിട്ടുണ്ടാവും. പക്ഷേ ആ തോൽവി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ പക്ഷെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പുതിയ തലമുറയെ വാർത്തെടുക്കത്തക്ക രീതിയിലേക്കും അവർക്കൊരു ആവേശമാകുന്ന രീതിയിലേക്കും എല്ലാം തന്നെ ഈ കഴിഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റ് ക്ലബ്ബുകളുടെ മത്സരങ്ങൾ അന്താരാഷ്ട്ര കളിക്കാരടക്കമാക്കി അതുപോലെ തന്നെ ആ കളികളെല്ലാം തന്നെ ആവേശമാക്കാവുന്ന രീതിയിലേക്ക് അവരെ അനുകരിക്കാവുന്ന കളിക്കാവുന്ന രീതിയിലേക്ക് എല്ലാം തന്നെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിയണമെന്നാണ് ഞാൻ പറയുന്നത്. എല്ലാ കോച്ചിങ് സെന്ററുകളെല്ലാം കോച്ചിങ് നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ എത്തിച്ചുകൊണ്ട് പുതിയ തലമുറ നമുക്ക് താഴെ വരുന്ന പുതിയ ജനറേഷനെല്ലാം തന്നെ നല്ല കളിക്കാരായിട്ട് കൊച്ചുകുട്ടികളെ ആയിരിക്കും നമുക്ക് തെരഞ്ഞെടുക്കുന്നത്. ഗോൾ കീപ്പർ ഫൈനലിലെ ഫസ്റ്റ് വിംഗ് ബാക്ക് നഹാസ് ലെമൺ ബെസ്റ്റ് സ്റ്റോപ്പർ ബാക്ക് ബെസ്റ്റ് ഫോർവേഡ് ആന്റണി അമൽ ഖനീൽ ക്രിസ്റ്റി ലിപിൻ ജംഷീദ് നഹാസ് ചാമാശ്ശേരി സോണിക് CST രമേശ് അവാർഡ് ട്രോഫിയും ക്യാഷ് അവാർഡുമാണ്. അജീഷ് ഉണ്ണി ഷബീർ ആന്റണി ഷെൽബി അപ്പൂസ് ഭിന്നേഷ് ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്യാഷ് അവാർഡും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ടീം അംഗങ്ങളെ ക്ഷണിക്കുന്നു കൊടുക്കുന്നു. BR സുനിൽകുമാർ MLA. മിലാൻസ് ക്ലബ്ബ് രക്ഷാധികാരി MP സോണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ MLA വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. സുനിൽ വടക്കേടത്ത്, ആൻഡു, മജീഷ് KM തുടങ്ങിയവർ സംസാരിച്ചു. കോണത്തുകുന്ന് ഭാഗത്ത് വെച്ച് വായ്ക്കാട്ടിൽ സംഗീത അശോകന്റെ L668827 നമ്പർ വിസയുള്ള പാസ്പോർട്ട് നഷ്ടപ്പെട്ടു. കണ്ടുകിട്ടുന്നവർ മാള പോലീസ് സ്റ്റേഷനിലോ 9495320780 എന്ന നമ്പറിലോ അറിയിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. കുഴൽപ്പണക്കാരെയും കള്ളപ്പണക്കാരെയും മാഫിയ പണക്കാരെയും ഈ നാട്ടിൽ നിന്നും പുറത്താക്കുവാൻ വേണ്ടി നടപ്പിലായതാണ് നോട്ട് നിരോധനമെന്ന് കൊടുങ്ങല്ലൂർ BJP മണ്ഡലം പ്രസിഡന്റ് MG പ്രശാന്തലാൽ. പുളിയിലക്കുന്ന് ബാലഭവനിലെ 90 അടി ഉയരമുള്ള നക്ഷത്രം ശ്രദ്ധേയമായി. വിവിധ പ്രദേശങ്ങളിൽ NSS സ്കീമിന്റെ സപ്തദിന സഹവാസ ക്യാമ്പിന് തുടക്കമായി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.